ഹലോ ഗായ്സ്, വെൽക്കം ടു ടെയിൽസ് ബൈ ആഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോവാണ്. കോഴിക്കോട്ട് ആ വഴി പോകുന്നിടത്ത് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി, പിന്നെ നമ്മുടെ ബീച്ചിലും മിഠായി തെരുവിലും ഒക്കെ കറങ്ങിയൊക്കെ അതൊക്കെയാണൊരു പ്ലാൻ. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയി, അങ്ങനെയാണ് പരിപാടി. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായെന്ന് തോന്നുന്നു, 4 മണിയാകാറായെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ ഞങ്ങൾ വേഗം തിരിക്കണം. രാവിലെ 4 മണിയാട്ടോ, വേഗം തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫുൾ ഓട്ടത്തിലാണ് എല്ലാവരും. പാക്കിങ്, അച്ഛൻ താഴെ സാധനങ്ങളൊക്കെ കാറിലേക്ക് വെക്കാൻ പോയി. അങ്ങനെ എല്ലാവരും ഓരോന്നിൻ്റെ കാര്യങ്ങൾ ഓട്ടത്തിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വേഗം ഒരു ഇൻട്രോ എടുത്തതാണ്. അപ്പോൾ ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. ബൈ. വെളുപ്പിനെ 4 മണിയായതുകൊണ്ട് ഞാൻ കാറിൽ കയറിയതും കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കാണുന്ന വ്യൂ ഇതായിരുന്നു. എന്ത് രസമുണ്ട്, കോടയൊക്കെ നിറഞ്ഞ്. അങ്ങനെ നമ്മൾ വളരെ പ്രശസ്തമായ ആലത്തിയൂർ ഹനുമാൻ്റെ ക്ഷേത്രത്തിലെത്തി. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ്, എന്നാൽ അതുപോലെ പ്രാധാന്യം ഇവിടെ ഹനുമാനും ഉണ്ട്. ഇവിടുത്തെ വിശ്വാസപ്രകാരം പണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പായി ശ്രീരാമൻ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയ സ്ഥലമായിട്ടാണ്. രാമൻ്റെ മുന്നിൽ ഹനുമാൻ വടിയുമായി അല്പം കുനിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ടാണ് ലക്ഷ്മണൻ്റെ ക്ഷേത്രമുള്ളത്. ഹനുമാന്റെ ലങ്കാചാട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു മന്ദിരമുണ്ട്. അവിടുത്തെ കറുത്ത കല്ലിനെ സമുദ്രമായി സങ്കല്പിച്ച് മുകളിലൂടെ നമ്മൾ വരുന്ന ഭക്തരൊക്കെ ചാടാറുണ്ട്. അത് ഭാഗ്യവും ആരോഗ്യവും തരുമെന്നാണ് വിശ്വാസം. മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ളത് ഒരു ലോങ് ജമ്പ് പിറ്റായിട്ട് കരുതുക. സംഭവം രസകരമായി തോന്നില്ലേ? എന്നാൽ ഇങ്ങനൊരു വിശ്വാസം അതിൻ്റെ പുറകിലും ഉണ്ട്. ഇവിടെ പിന്നുള്ള അമ്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻ ടോയ്ലറ്റ്സ് ഉണ്ട്, ദേവസ്വത്തിൻ്റെ ഫ്രീ പാർക്കിങ്ങും ഉണ്ട്. തൊഴുത് കഴിഞ്ഞതിന് ശേഷം അവിടെ അമ്പലത്തിന് തൊട്ട് മുമ്പിലുള്ള ആഞ്ജനേയ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഇഡലിയും വടയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. അടുത്തായിട്ട് നമ്മൾ തൃപ്പങ്ങോട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഒരുപാട് കുളങ്ങളുണ്ട്. അതിലൊരെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ യമനെ വധിച്ചതിന് ശേഷം തൻ്റെ തൃശൂലം ഭഗവാൻ കഴുകിയ കുളമെന്നാണ് സങ്കല്പം. മാർക്കണ്ഡേയൻ്റെ കഥ പറയാൻ തുടങ്ങിയ ഒരു ഹിസ്റ്ററി ക്ലാസ് ആയി പോകും, അതുകൊണ്ടാട്ടോ ഷോർട്ടായിട്ടെന്ന് പറഞ്ഞത്. അതുപോലെ ഇവിടെയും ദേവസ്വത്തിൻ്റെ ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നീട് നമ്മൾ എത്തിയത് തിരുനാവായ ശ്രീ നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിലാണ്. ഇവിടെ കേട്ടോ ഒരു കഥ. ഇവിടെ പ്രതിഷ്ഠിച്ചതിൽ 9ാമത്തെ വിഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളതെന്നാണ് സങ്കല്പം. ബാക്കി 8 മുങ്ങിപ്പോയിരുന്നെന്നും 9ാമത്തത് മുട്ടുവരെ മുങ്ങി, എന്നാൽ കണ്ണന് പാലും നെയ്യും പായസവും ഒക്കെ തരാമെന്ന് പറഞ്ഞത് നിർത്തിയെന്നാണ് സങ്കല്പം. എന്ത് ക്യൂട്ടല്ലേ. വേറെയും കഥകളുണ്ട് കേട്ടോ അതിന്. അതുകൊണ്ടാണ് നവാമുകുന്ദൻ, അതായത് 9ാമത്തെ മുകുന്ദൻ എന്ന് പേര് വന്നത്. ഭാരതപ്പുഴയുടെ തീരത്താട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതോ ആ കാണുന്നുണ്ടോ, അതാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം. ബ്രഹ്മാവിൻ്റെ അമ്പലങ്ങൾ വളരെ ചുരുക്കമെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ആ കാണുന്നത് മഹാദേവരുടെ അമ്പലവും. നമ്മളിപ്പോൾ നിൽക്കുന്നതോ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലും. അപ്പോൾ ത്രിമൂർത്തികളുടെ അമ്പലങ്ങൾ ഒരുമിച്ച് അടുത്തുള്ളതും ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒരു 10-25 കൊല്ലം മുമ്പ് എൻ്റെ അച്ഛൻ മലപ്പുറത്ത് SBTയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ അച്ഛനും ആളുടെ കൂട്ടുകാരനും കൂടെ ഈ വഴി, അതായത് ഈ നദി കടന്ന് പുഴ കടന്ന് അപ്പുറത്ത് അമ്പലങ്ങളിലൊക്കെ നടന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പണ്ടത്തെ വേനൽക്കാലത്ത് ഇത് മൊത്തം വറ്റി അവർക്ക് ഇവിടെ നടന്നു പോകാൻ വരെ പറ്റിയിരുന്നു എന്ന്. എനിക്കതൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ശരിയായിരിക്കുമല്ലോ. കാര്യം വേനൽക്കാലം ആകുമ്പം ഇവിടെ മൊത്തം വറ്റി, അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ബലിസമർപ്പണത്തിനും ഈ അമ്പലം ഭയങ്കര ഫേമസ് ആട്ടോ. കർക്കിടക വാവിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര തിരക്കാണ് ഇവിടെ എന്നാണ് കേട്ടേക്കുന്നത്. ഈ കാണുന്നതാണ് പഴുക്കാമണ്ഡപം. അതായത് പണ്ട് രാജാവിനും രാജ്ഞിക്കുമൊക്കെ മാമാങ്കം കാണാൻ വേണ്ടി പണി കൽപ്പിച്ച ഒരു മണ്ഡപമാണിത്. നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്തോടാണ് കയറിയത്. അവിടെ കണ്ടൊരു വളരെ പഴയൊരു വീടാട്ടോ ഇത്. കണ്ണൂരിലെ വെട്ടുകലൊക്കെ വെച്ചുണ്ടാക്കിയ അന്നത്തെ ഒരു പ്രൗഢിയായിരുന്നു കാണും ഇത്. ഇവിടെയും ദേവസ്വത്തിൻ്റെ ഫ്രീ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ആ കാണുന്ന വഴിയാണ് ഞങ്ങൾ വന്നത്. എക്കോക്കൂട്ടിന് കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മൾ താമസിക്കാൻ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് ഗൈസ് ദ വെരി ഫേമസ് കടലുണ്ടി പാലം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബീച്ചൊക്കെ കാണാം. ഇതാണ് ഫറൂഖ് പാലം. ഇവിടെ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം കൂർഗ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ നല്ല ലൈറ്റിങ്ങും ഭയങ്കര അടിപൊളി രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ, ഇവിടെ ഇപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ആയി, അത് സ്വാഭാവികം. പിന്നെ കട്ടില്, പിന്നെന്താ ഇവിടെ ഒരു TV, ഹലോ, AC, പിന്നെതാ കബേർഡ്. ഇവിടെയും ബാഗൊക്കെ വന്നിരിക്കുന്നു ഗൈസ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. പിന്നെതാ
എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം ഇതാണ്. ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഒരു വാഷ് ബേസിൻ, ഒരു കിച്ചൺ പോലെ, വാഷ് ബേസിൻ ഒരു കിച്ചൺ ഏരിയ പോലെ വിത്ത് അഗൈൻ സ്റ്റോറേജ് സ്പേസ്. ഇവിടുന്ന് പുറത്തേക്ക് ഞാൻ ബ്ലൈൻഡ്സ് ഒക്കെ തുറക്കണം, വേണ്ട, അവിടെ എന്താ അപ്പുറത്ത് ജസ്റ്റ് ബിൽഡിംഗ് ആട്ടോ, വേറെ ഒന്നുമില്ല. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കമ്മിങ് ടു ദ ബാത്റൂം. ഇവിടെ ഒരു പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. അപ്പം ഓവറോൾ ഇതാണ് വ്യൂ ഓഫ് ദ റൂം. നല്ല റൂമാണ്. അപ്പോൾ ഇതാണ് റൂം ടൂർ. സോ ബേസിക്കലി ഇപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിലുണ്ട്. സ്റ്റേബെല്ല എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റൂം ടൂറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്പലങ്ങളിലായിരുന്നു പോയത്. അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ കാലിക്കറ്റ് സിറ്റിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ബീച്ചിനൊക്കെ അടുത്തായിട്ടുള്ള സ്ഥലത്താണ്. സ്റ്റേബെല്ല എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഉച്ചയായി. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. എന്നിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്റ്റേബെല്ല എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇത് മാവൂരാണ് പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ. ബീച്ചിൽ നിന്നും SM സ്ട്രീറ്റിനൊക്കെ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. കോഴിക്കോട് വന്നിട്ട് സാഗറിൽ കയറിയില്ലെങ്കിൽ എങ്ങനെയാണ്? ദേ ആ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഇത്ര അടുത്താണ് ഈ പറഞ്ഞ സാഗർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒബ്വിയസ്ലി ചിക്കൻ ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി. കഴിച്ചിറങ്ങി റോഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് KSRTCയുടെ ലിങ്ക് ബസ്. അതായത് ഇപ്പോഴത്തെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാട്ടത്. ഞാൻ ആദ്യമായിട്ട് അതിനെ നേരിട്ട് കാണുന്നത്. കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇതാ നമ്മളിപ്പം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യം അവിടുത്തെ ബിരിയാണിയും പിന്നെ അവിടുത്തെ ബീച്ചും. ആ ഒരു സുഖമൊന്നും വേറെ തന്നെയാണ്. അങ്ങനെ ബീച്ചിൽ അടിച്ചു പൊളിച്ച് അവിടെ മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള SM സ്ട്രീറ്റിലെത്തി. എത്തിയപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് കൊട്ടും മേളമൊക്കെ കേൾക്കായിരുന്നു. കൊട്ടും മേളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തേരാപ്പാര മിഠായി തെരുവിക്കൂടെ നടക്കുമ്പോൾ പഴയ രാധാ തിയേറ്റർ കണ്ടു. പിന്നെ ഇവിടെ വന്നിട്ട് നീ വേറെന്താ പരിപാടി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ തേരാപ്പാര വീണ്ടും നടന്ന് പല സ്ഥലങ്ങളും പല കടകളും കയറി ഇറങ്ങി ഓരോ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും അങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ ഘോരമായ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നല്ല ചൂട് പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ഓക്കെ, ബൈ.